5200 സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ വീടിന് ആകെ 5 ബെഡ്റൂമുകളാണുള്ളത്. നമുക്കറിയാം, ഒരു വീടിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു ഏരിയയാണ് ബെഡ്റൂം എന്ന് പറയുന്നത്. ഇവിടെയുള്ള എല്ലാ ബെഡ്റൂമുകളും വളരെ വിശാലമായ ബെഡ്റൂമുകളാണ്. ഏകദേശം 20 അടി നീളവും 20 അടി വീതിയും അതിനപ്പുറമായിട്ടുള്ള വിശാലമായ ബെഡ്റൂമാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു ബെഡ്റൂമിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഇതിൽ കസ്റ്റമൈസ് ചെയ്ത ബെഡാണ് ഇവിടെയുള്ളത്. കസ്റ്റമൈസ് ചെയ്ത ബെഡ്, ഇതെല്ലാം പ്രൈം ബിൽഡേഴ്സിൻ്റെ ഇൻറ്റീരിയർ ഭാഗം ചെയ്തിട്ടുള്ള സംഗതികളാണ്. ഇതിനൊരു മനോഹരമായ ഹെഡ് ബോർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഹെഡ് ബോർഡും താഴെ നമ്മൾ ലിവിങ് ഏരിയയിൽ കണ്ട സോഫായ്ക്ക് കൊടുത്തിരുന്ന ഫാബ്രിക്കിനെ പോലെ ഇരിക്കുന്ന തരത്തിലുള്ള ഒരു ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു വെറൈറ്റി റെക്സിനാണ് ഈ ഹെഡ് ബോർഡിനെല്ലാം ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ബെഡിൻ്റെ 2 സൈഡിലും അങ്ങനെ ഒരു കവറിങ് കൊടുത്തിട്ടുണ്ട്. ബെഡിൻ്റെ 2 സൈഡിലായിട്ട് മറൈൻ പ്ലൈ ലാമിനേറ്റഡ് ആയിട്ടുള്ള 2 സൈഡ് ടേബിളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ബെഡ്റൂമിൽ ഇരിക്കുന്നവർക്ക് ആയിട്ട് 2 ചെറിയ ചെയറും ഒരു ടീപ്പോയും ഒരു സൈഡിലായിട്ട് ഒരുക്കിയിട്ടുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് TV സംവിധാനം ചെയ്യുന്നതിനുള്ള TV യൂണിറ്റ് എല്ലാ ബെഡ്റൂമിലും ഒരുക്കിയിട്ടുണ്ട്. ഇവിടെയും TV വെക്കുന്നതിനുള്ള സംവിധാനങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. TV വെച്ചിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. ആ TV യൂണിറ്റ് ലൂവർ ഡിസൈനിലുള്ള മറൈൻ പ്ലൈ ലാമിനേറ്റുള്ള പാനലുകൊണ്ട് മുകളിലും താഴെ സെറ്റ് ചെയ്തിട്ടുണ്ട്. TV താഴെ ഒരു കബോർഡുണ്ട്. ഇതിൻ്റെ ഫോൾ സീലിംഗ് എല്ലാം ജിപ്സം സീലിംഗ് ആണ്. ആ ജിപ്സം സീലിംഗിൽ തന്നെ വളരെ മനോഹരമായിട്ടുള്ള പ്രൊഫൈൽ LED പ്രൊഫൈൽ ലൈറ്റ്സുകൾ കൊടുത്തിട്ടുണ്ട്. ഇതും AC ചെയ്തിരിക്കുന്നതാണ്. ഇതിൻ്റെ ഫ്ലോറിങ്ങും ടൈലാണ് ചെയ്തിരിക്കുന്നത്. 2x4 ടൈൽ വെച്ചിട്ട് മനോഹരമാക്കി കൊടുത്തിരിക്കുകയാണ്. ഈ ബെഡ്റൂമിൻ്റെ ഒരു വാൾ ഫുള്ള് നമ്മൾ UPVC വിൻഡോ ടിൻറ്റഡ് ഗ്ലാസ് സംവിധാനമാണ് കൊടുത്തിരിക്കുന്നത്. വളരെ നല്ല ഔട്ട് സൈഡിൽ നിന്നുള്ള പ്രകാശം ഇതിലേക്ക് കയറാൻ പറ്റും. ഇവിടെയും ഒരു ഗ്രീൻ തീമിലുള്ള കേർട്ടൻസ് കൊണ്ട് വളരെ മനോഹരമാക്കിയിരിക്കുകയാണ് ഈ ബെഡ്റൂം. ഈ ബെഡ്റൂമിനോട് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു വാക്കിംഗ് വാർഡ്രോബ് സംവിധാനമാണ്. സെപ്പറേറ്റ് ആയിട്ട് വാർഡ്രോബ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് മറൈൻ പ്ലൈ ലാമിനേറ്റഡ് ആയിട്ടുള്ള പ്രൊഫൈൽ ഹാൻഡിൽസും ഒക്കെ കൊടുത്തിട്ടുള്ള വളരെ വിശാലമായിട്ടുള്ള ഫുൾ ഒരു വാൾ ഫുൾ കംപ്ലീറ്റ് ആയിട്ടുള്ള വാർഡ്രോബ്സ് ആണ്. അതിൻ്റെ മേളിൽ ലോഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു മിററും ഇവിടെ ഒരു ഡ്രസ്സിങ് ടേബിളും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പ്രത്യേകമായിട്ട് ഡ്രസ്സ് ചെയ്യുന്നതിനുള്ള ഒരു ഡ്രസ്സിങ് മേഖലയാണിത്. ഇവിടുത്തെ എല്ലാ ബെഡ്റൂമിനും വളരെ വിശാലമായിട്ടുള്ള ബാത്റൂംസ് ആണുള്ളത്. ഏകദേശം 10x10 സൈസുള്ള ബാത്റൂമാണുള്ളത്. അതിന് പ്രത്യേകമായ വാഷ് കൗണ്ടറുണ്ട്. യൂറോപ്യൻ ക്ലോസറ്റിന് സംവിധാനമുണ്ട്. ഇവിടെ നമ്മുടെ ഷവർ സംവിധാനം ഒരുക്കിയിരിക്കുന്നതിന് കണ്ടാൽ മനസ്സിലാകും. ഇത് പ്രത്യേക ലൈറ്റിംഗ് സൗണ്ടിങ് സംവിധാനത്തോടു കൂടി ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു ഷവർ സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് വിശാലത ഏറെയുള്ള ഒരെണ്ണമാണ്. ഈ വാഷ് കൗണ്ടറിനോട് ചേർന്നിട്ടാണെങ്കിൽ വളരെ വിശാലമായിട്ടുള്ള ഒരു ഗ്ലാസ് മിറർ കൊടുത്തിട്ടുണ്ട്. ആ മിറർ നമുക്ക് ലൈറ്റ് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു മിററാണ് ഉള്ളത്. നമുക്ക് കളർ ചേഞ്ചുകളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. വാമാക്കാൻ പറ്റും, ഓഫാക്കാം, വൈറ്റ് ആക്കാം. ഇപ്പോൾ വാമാണ്. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള സംവിധാനങ്ങൾ മാറ്റിയിടാൻ പറ്റുന്ന ലൈറ്റ് സംവിധാനമാണ് ഇതിനകത്തൊഴിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു വലിയ മിററും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വളരെ സൂക്ഷ്മമായിട്ട് നിന്ന് നമ്മുടെ മീശയൊക്കെ ഇതൊക്കെ കട്ട് ചെയ്യുന്നതിനും ഇവിടെ എന്തെങ്കിലും കരുക്കളൊക്കെ ഉണ്ടോ എന്ന് നോക്കുന്നതിനുള്ള ഒരു മിറർ ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു നല്ല വാഷ് ബേസിനുണ്ട്. ഇതിൻ്റെ അടിവശത്ത് ഒരു സ്റ്റോറേജ് സംവിധാനമുണ്ട്. അവിടെ LED സംവിധാനമുണ്ട്. ടോപ്പിൽ നമ്മൾ നാനോ വൈറ്റിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിൽ നമുക്ക് ഗ്രേ കളറിലുള്ള ടൈൽസാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് കൂടുതലായിട്ട്. ജീവൻ ടിവിയുടെ എൻ്റെ വീടെന്ന് പറഞ്ഞ ഈ പരിപാടിയിൽ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ മനോഹരമായ വീടുകൾ എത്തിച്ചു നൽകുക മാത്രമല്ല ചെയ്യുന്നത്. ഓരോ വ്യക്തികളും പുതുതായിട്ട് വീട് വെക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ വീട് വെച്ച് ചെയ്യുവാനായിട്ട് തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങൾ ഞങ്ങൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഓരോ എപ്പിസോഡിലും ഞങ്ങൾ ചില കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇന്ന് ഞങ്ങൾ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് വീട് വെക്കുവാനായിട്ട് വസ്തു തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളാണ്. ഒന്നാമതായിട്ട് നമുക്ക് തിരഞ്ഞെടുക്കുന്ന വസ്തു പരമാവധി കരഭൂമിയാണെങ്കിൽ അതിൽ നമുക്ക് കൺസ്ട്രക്ഷൻ ചെയ്യുന്നതിന് കോസ്റ്റ് കുറവായിരിക്കും. നോർമൽ ഫൗണ്ടേഷനിൽ കരിങ്കല്ല് കൊണ്ടുള്ള ഫൗണ്ടേഷൻ കൊണ്ട് മാത്രമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ വയൽ നികത്തിയതോ മണ്ണിട്ട് നികത്തിയതോ ആയിട്ടുള്ള ഒരിടമാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് കോൺക്രീറ്റിലുള്ള പ്ലിന്ത് ബീമുകൾ
ചിലപ്പോൾ വളരെ താഴ്ചയിലേക്കുള്ള ബീമുകളോ ഒക്കെ കൊടുത്ത് സ്ട്രോങ് ആക്കി ചെയ്തെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് എക്സ്പെൻസ് കൂടുതലായിരിക്കും. സാധാരണ കെട്ടിടം നിർമ്മിക്കുന്നതിനേക്കാളുള്ള എക്സ്പെൻസ് കൂടുതലായിരിക്കും. വയൽ നികത്തിയതോ അല്ലെങ്കിൽ മണ്ണിട്ട് നികത്തിയതോ ആയ ഭൂമി തിരഞ്ഞെടുക്കുമ്പോൾ എക്സ്പെൻസ് കൂടുതലും. ചില സ്ഥലങ്ങളിൽ ഫയൽ ചെയ്യേണ്ടതായിട്ട് വരും, ചില സ്ഥലങ്ങളിൽ റിംഗ് ഫൗണ്ടേഷൻ ചെയ്യേണ്ടതായിട്ട് വരും, ചില സ്ഥലങ്ങളിൽ നോർമലായിട്ടുള്ള പ്ലിന്ത് ബീം ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ഉചിതമായിരിക്കും. രണ്ടാമതായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വസ്തു റെക്റ്റാങ്കിളോ സ്ക്വയറോ ഒക്കെ ആണെങ്കിൽ സ്ഥലം വേസ്റ്റേജായി പോവാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ തന്നെ അതിനകത്ത് ഡിസൈൻ ചെയ്ത് വെക്കുവാനായിട്ട് സാധിക്കും. അതേപക്ഷം ഷേപ്പ്ലെസ് ആയിട്ടുള്ള ഷേപ്പില്ലാത്തതായ ഒരിടങ്ങളാണെങ്കിൽ ഒരുപാട് കട്ടിങ്ങുകൾ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ തന്നെ ഒരുപാട് സ്ഥലം വേസ്റ്റേജായി പോവുകയും ചെയ്യും. മൂന്നാമതായി നിങ്ങൾ സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് എല്ലാവർക്കും ഇഷ്ടം കൂടുതൽ വഴിയുള്ള സ്ഥലമാണ്. എന്നാൽ നമ്മുടെ വസ്തുവിനെ ചുറ്റി ഒന്നിൽ കൂടുതൽ വഴികളുണ്ടെങ്കിൽ ആ വഴി കടന്നു പോകുന്ന അല്ലെങ്കിൽ റോഡ് കടന്നു പോകുന്ന ആ സ്ഥലങ്ങളിൽ നമ്മൾ സ്ഥലം സെറ്റ് ബാക്ക് ആയിട്ട് വിടേണ്ടതായിട്ട് വരും. നോർമൽ ഒരു വഴി മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് ഒന്നുകിൽ 3 മീറ്റർ അല്ലെങ്കിൽ 2 മീറ്റർ അല്ലെങ്കിൽ ആ റോഡുമായി ബന്ധപ്പെട്ട് അവിടെ നിശ്ചിതമായ ഉറപ്പിച്ചിരിക്കുന്ന സെറ്റ് ബാക്ക് വിട്ടാൽ മതി. അതേപക്ഷം മറ്റ് സൈഡുകളിലൂടെ റോഡ് കടന്നു പോവുകയാണെങ്കിൽ, ഇപ്പോൾ 5 സെൻറ്റുള്ള ഒരു സ്ഥലമാണെങ്കിൽ 3 സൈഡിൽ വഴിയുണ്ടെങ്കിൽ, അത് പ്രധാന വഴി വീതിയാണെങ്കിൽ ഏകദേശം 2 മീറ്ററും 3 മീറ്ററും ഒക്കെ അവിടെ നമ്മൾ വിട്ടിട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പ്രൈവറ്റ് വഴിയാണെങ്കിൽ 1.5 മീറ്റർ വിട്ടാൽ മതിയാകും. പക്ഷേ ഒരു വഴി മാത്രമേ ഉള്ളെങ്കിൽ ആ വഴി പോകുന്നിടത്ത് മാത്രം നമ്മൾ സ്ഥലം വിട്ടാൽ മതിയാകും. ഒന്നിൽ കൂടുതൽ വഴികളുണ്ടെങ്കിൽ അവിടെയും സ്ഥലം വിടണം. ചെറിയ പ്ലോട്ടുകളാണെങ്കിൽ അവസാനം നമുക്ക് വീട് വെക്കാനായിട്ട് സ്ഥലം കുറച്ച് മാത്രമേ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് വസ്തു തിരഞ്ഞെടുക്കുമ്പോൾ ഈ 2-3 കാര്യങ്ങളൊന്ന് കരഭൂമി ആയിരിക്കുന്നതും നിരന്ന ഭൂമി ആയിരിക്കുന്നതും ഉചിതമായിരിക്കും, ചിലവ് കുറവായിരിക്കും. 2, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വസ്തു റെക്ടാങ്കിളറോ സ്ക്വയറോ ആണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം സ്ഥലം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. 3, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വസ്തുവിൻ്റെ എല്ലാ സൈഡുകളിലും വഴിയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളിൽ വഴിയുണ്ടെങ്കിൽ ആ വഴി കടന്നു പോകുന്നിടത്തെല്ലാം തന്നെ നമ്മൾ സ്ഥലം വിടേണ്ടതായിട്ട് വരും. 6 മീറ്റർ കൂടുതലുള്ള വഴിയാണ് കടന്നു പോകുന്നതെങ്കിൽ 3 മീറ്റർ വിടേണ്ടി വരും. അതിൽ താഴെയുള്ളതാണെങ്കിൽ 2 മീറ്റർ വിടേണ്ടി വരും സെക്കൻഡ് പോർഷനിൽ. പിന്നെ പ്രൈവറ്റ് വഴികളാണെങ്കിൽ മിനിമം 1.5 മീറ്ററെങ്കിലും വിടേണ്ടതായിട്ട് വരും. പിന്നീട് ഒരിടത്ത് നമ്മൾ 3 മീറ്റർ വിടണം. അത്തരത്തിൽ ശ്രദ്ധിച്ച് നിങ്ങൾ സ്ഥലം എടുക്കുന്നത് ഉചിതമായിരിക്കും. ഇനി അടുത്ത കെട്ടിട നിർമ്മാണത്തെ സംബന്ധിച്ചുള്ള ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുന്നതായിരിക്കും. എൻ്റെ വീടെന്നുള്ള ഈ പരിപാടി നിങ്ങളുടെ മുന്നിലെത്തുമ്പോൾ നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരം എത്രയും ഉന്നതങ്ങളിലേക്ക് എത്തും, യാതൊരു സംശയവുമില്ല. ഇതിലൂടെ നിങ്ങൾക്ക് പുതുമകൾ ആസ്വദിക്കുവാനും പുതുമകൾ നിങ്ങളുടെ വീട് നിർമ്മാണത്തിൽ കൊണ്ടുവരുവാനും സാധ്യമാകും. അതിന് നിങ്ങൾക്കേവർക്കും ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.